ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4 എക്കോളജിയിലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ടോപ്പിക്കിലെ IUCN, WWF, സൈറ്റ്സ് ആൻഡ് ഗ്രീൻ പീസ് എന്നീ ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ് IUCN. നമ്മുടെ നാച്ചുറലുള്ള പല നാച്ചുറൽ റിസോഴ്സുകളെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് IUCN രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വേൾഡ് കൺസർവേഷൻ യൂണിയൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പണ്ട് കാലങ്ങൾ അറിയപ്പെടുന്നത് വേൾഡ് കൺസർവേഷൻ യൂണിയൻ എന്ന പേരിലായിരുന്നു. 1948 ഒക്ടോബർ 5-നാണ് ഇത് സ്ഥാപിതമായത്. ഫ്രാൻസിലെ ഫോണ്ടെയിൻബ്ലോ എന്ന സ്ഥലത്താണ് ഇത് സ്ഥാപിതമായത്. എന്നാൽ ഇതിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് എന്ന സ്ഥലത്താണ്. ഇതിന്റെ സ്ഥാപകൻ, ആദ്യമായിട്ട് IUCN സ്ഥാപിച്ചത് ജൂലിയൻ ഹാക്സ്ലി എന്ന സയന്റിസ്റ്റ് ആണ്. നിലവിലെ CEO, അതായത് നിലവിൽ ഇപ്പൊ ആരാണ് CEO, IUCNന്റെ CEO എന്നറിയപ്പെടുന്നത് ബ്രൂണോ ഒബർലെ ആണ്. 2020 മുതൽ അദ്ദേഹമാണ് CEO ആയിട്ട് വർത്തിക്കുന്നത്. ഇതിന്റെ ആദ്യ പേര്, പണ്ട് കാലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് IUPN, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ എന്ന പേരാണ് അറിയപ്പെടുന്നത്. IUCN എന്ന പേര് നിലവിൽ വന്നത് 1956 ഫ്രാൻസിൽ വെച്ചിട്ടാണ് IUCN എന്ന പേര് വന്നത്. 1990 മുതലാണ് IUCN എന്ന ചുരുക്കപ്പേര് എല്ലായിടത്തും വ്യാപകമായത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടന കൂടിയാണ് IUCN. അതിൽ 170 രാജ്യങ്ങൾ അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1400 ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് സംഘടനകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 16,000-ലധികം ശാസ്ത്രജ്ഞന്മാരും 900-ഓളം ജീവനക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ ശൃംഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. IUCN പുറത്തിറക്കുന്ന പുസ്തകമാണ് റെഡ് ലിസ്റ്റ്. നമ്മൾ റെഡ് ഡാറ്റ ബുക്കിന്റെ കൂടെ എന്ന് പറഞ്ഞായിരുന്നു. IUCNന്റെ മോട്ടോ എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് ഫോർ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്. IUCNുമായി ബന്ധപ്പെട്ടുള്ള ഓൾ ഇന്ത്യ കമ്മീഷന്റെ പേരുകളൊന്നും ഓർത്തിരിക്കുക. ഒന്നാമതാണ് കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്താണ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റൽ ലോ. മൂന്നാമത്തത് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ പോളിസി. നാലാമത് കമ്മീഷൻ ഓൺ എക്കോസിസ്റ്റം മാനേജ്മെന്റ്, വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ലാസ്റ്റ് വൺ സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ. ഇങ്ങനെ 6 തരം കമ്മീഷനുകൾ, ഓൾ ഇന്ത്യ കമ്മീഷനുകളെ IUCNന്റെ സംഘടനയിൽ വർത്തിക്കുന്നുണ്ട്. അടുത്തൊരു ഓർഗനൈസേഷൻ, പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മറ്റൊരു ഓർഗനൈസേഷനാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അതിന്റെ ഷോർട്ട് ഫോം ആണ് WWF. പ്രകൃതിയുടെ സംരക്ഷണം, ഗവേഷണം, പുനരുദ്ധാരണം എന്നിവയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് WWF എന്ന് പറയുന്നത്. 1961 സെപ്റ്റംബർ 11 സ്വിറ്റ്സർലൻഡിലെ മോർഗനിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നത്. സ്വിറ്റ്സർലൻഡിലെ മോർഗനിൽ വെച്ചിട്ടാണ് ആദ്യമായി WWF എന്നൊരു സംഘടന ഉണ്ടാകുന്നത്. എന്നാൽ ഇതിന്റെ ആദ്യകാലത്തെ പേര് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന പേരാണ് അറിയപ്പെടുന്നത്. 1986 WWFന് ഒരു സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഫോം വന്നത്. അതാണ് വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന പേര്. 1986 ശേഷമാണ് വന്നത്. അതിന് മുമ്പത്തെ പേര് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നായിരുന്നു. എന്നാൽ കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇപ്പോഴും ആ പഴയ പേരായ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന പേരാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതിന്റെ ലോഗോ എന്നറിയപ്പെടുന്നത് ഭീമൻ പാണ്ഡെയാണ്. ഭീമൻ പാണ്ഡെയുടെ ഒരു ചിത്രമാണ് ലോഗോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് ഫോർ എ ലിവിംഗ് പ്ലാനറ്റ്. അതുപോലെ WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. WWFന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലോകത്ത് അന്യം നിന്ന് പോകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉള്ള ജീവികളെ സംരക്ഷിക്കുക, അവ വളരുന്ന പരിസ്ഥിതികളെ കാത്തു സൂക്ഷിക്കുക. ഇതൊരു ഒന്നാമത്തെ ലക്ഷ്യമാണ്. പരിസ്ഥിതി സംരക്ഷണവും പരിസ്ഥിതി ഗവേഷണവും തുടങ്ങിയ കാര്യങ്ങളും സംഘടന പ്രവർത്തനങ്ങൾ വരുന്നതാണ്. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിന്റെ ഗവേഷണം, അതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുക. ഭൂമിയുടെ നൈസർഗികമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള യോജിപ്പോടെ ഒരു ഭാവിയും ലക്ഷ്യമാക്കുക. ഇതാണ് WWFന്റെ മറ്റൊരു ലക്ഷ്യം പറയുന്നത്. ഈ ഭൂമിയും അന്തരീക്ഷവും മനുഷ്യനുമായി ഇഴുകിച്ചേരുന്ന രീതിയിൽ മനുഷ്യന്റെ പ്രവർത്തി കൊണ്ട് ഭൂമിയുടെയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് ഒരു ഓട്ടം പോലും വരാൻ പാടില്ല. ആ രീതിയിൽ എല്ലാവരും ഇഴുകിച്ചേരുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക, അത് ഇതിന്റെ ലക്ഷ്യമാണ്. ഇത്തരം ലക്ഷ്യങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളെ സഹായിക്കുക, അതായത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റു സംഘടനകൾ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കുക, അതും WWFന്റെ ഒരു ലക്ഷ്യമാണ്. 50 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടനയ്ക്ക് ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ ശാഖകളുണ്ട്. 50 വർഷത്തോളമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു. ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ ഇതിന്റെ ശാഖകളുണ്ട്. ലോകത്തൊട്ടാകെ
4 ദശലക്ഷം അംഗങ്ങൾ ഈ സംഘടനയിലുണ്ട്. അമേരിക്കയിൽ തന്നെ 1.2 ദശലക്ഷം അംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വന്യജീവി സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയൊരു സ്വകാര്യ സംഘടനയും WWF ആണ്. അത് ഓർത്തിരിക്കുക. ഒരു സ്വകാര്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു സ്വകാര്യ സംഘടന എന്ന് പറയുന്നതും WWF ആണ്. 1998 മുതൽ ഓരോ 2 വർഷത്തിലും WWF ലിവിംഗ് പ്ലാനർ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകമെമ്പാടും ശ്രദ്ധേയമായ പലതരം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒന്നാണ് എർത്ത് അവർ, മറ്റൊന്നാണ് ഡെപ്ത് ഫോർ നേച്ചർ സാർ. ഇങ്ങനെയുള്ള പല ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സംഘടനയിലെ അല്ലെങ്കിൽ ഈ ക്യാമ്പയിനിലെ നിലവിലെ പ്രവർത്തനങ്ങൾ 6 മേഖലകളായി തിരിച്ചിരിക്കുകയാണ്. ഈ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഭക്ഷണം, കാലാവസ്ഥ, ശുദ്ധജലം, വന്യജീവി, വനങ്ങൾ, സമുദ്രങ്ങൾ. ഇവയുടെ ഒരു സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രധാനമായിട്ടും ക്യാമ്പയിൻ നടത്തുന്നത്. അടുത്താണ് സൈറ്റ്സ്. ദ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. അതിന്റെ ചുരുക്കമായിട്ടാണ് സൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് സൈറ്റ്സ്? അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കരാറാണ്. അതായത് വൈൽഡ് പ്ലാന്റുകളുടെയും മൃഗങ്ങളുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം, വിൽപ്പന തടയുക എന്ന ലക്ഷ്യത്തോടുള്ള ഒരു കരാറാണ് സൈറ്റ്സ്. 1963 IUCN മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ഇപ്പം IUCN മീറ്റിംഗിലാണ് ഇത് ഈ ഒരു കരാർ ഉണ്ടാക്കുന്നത്. ഇതിൽ പറയുന്നതനുസരിച്ച് പല വന്യജീവികളുടെയും അല്ലെങ്കിൽ വൈൽഡ് പ്ലാന്റ്സിന്റെയും ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ തടയുക, അതിന്റെ വ്യാപാരം തടയുക, അതുവഴി അവയെ സംരക്ഷിക്കുക. ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അവരെ ആശ്രയിക്കുമ്പോൾ ചിലപ്പോൾ അവരെ കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ കൊന്നിട്ടായിരിക്കും പ്രോഡക്റ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പൊ അവയെ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കരാറാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. 1973 വാഷിംഗ്ടൺ DC വെച്ച് നടന്ന 8 രാജ്യങ്ങളുടെ പ്രതിനിധി യോഗത്തിലാണ് ഇത് ആദ്യമായിട്ട് അംഗീകരിക്കുന്നത്. 1975 ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ കരാറിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങളെ പാർട്ടീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൈറ്റ്സിൽ ആ ഒരു കരാറിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങളെല്ലാം പാർട്ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നിലവിൽ 185 പാർട്ടീസ് ആണ്, 185 രാജ്യങ്ങളാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാർ അനുസരിച്ച് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ആ രാജ്യത്ത് നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കിയത് വഴി ഏകദേശം 30,000-ത്തോളം സ്പീഷീസുകളെ സംരക്ഷിക്കാൻ പറ്റും, വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 2024 ഡിസംബർ മുതൽ സൈറ്റ്സിന്റെ ജനറൽ സെക്രട്ടറി ഇവോൺ ഹ്യൂഗർ ആണ്. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഗ്രീൻ പീസ്, അതിന്റെ അർത്ഥം തന്നെ ഹരിതാഭമായ സമാധാനം അല്ലെങ്കിൽ പ്രകൃതിയുടെ പച്ചപ്പ്. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. 1971 പരിസ്ഥിതി പ്രവർത്തകരാണ് ഈ സംഘടന രൂപീകരിച്ചത്. ആ സമയത്തുള്ള പരിസ്ഥിതി പ്രവർത്തകരെല്ലാം ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഗ്രീൻ പീസ്. കാലാവസ്ഥ വ്യതിയാനം, വനനശീകരണം, അമിത മത്സ്യബന്ധനം, മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഗ്രീൻ പീസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇത് ഈ പേര് വരാൻ കാര്യം ആദ്യമായിട്ട് ഒരു ലക്ഷ്യത്തില് കടലിലൂടെ യാത്ര ചെയ്തൊരു കപ്പലിന്റെ പേരാണ് ഗ്രീൻ പീസ്. ആ ലക്ഷ്യത്തിലേക്ക് പോയത് കൊണ്ടാണ് ആ പേര് തന്നെ ഈ അല്ലെങ്കിൽ സംഘടനയ്ക്ക് കൊടുത്തതെന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ആസ്ഥാനം നെതർലാൻഡിലെ ആംസ്റ്റർഡാമാണ്. സ്ഥാപിതമായത് 1971 കാനഡയിലെ വാൻക്യൂവർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാറ്റ്സ് ക്രിസ്റ്റൻസൺ. ഗ്രീൻ പീസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. കാലാവസ്ഥയും ഓസോൺ പാളിയെ സംരക്ഷിക്കും, അത് ഒന്നാമത്തെ ലക്ഷ്യമാണ്. കടലിലെ അമിതമായിട്ടുള്ള മാലിന്യ നിക്ഷേപവും മത്സ്യബന്ധനവും തടയുക. കടലിലെ ജീവജാലങ്ങളുടെ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക എന്നത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. കടലിലെ മാലിന്യം തള്ളുന്ന അല്ലെങ്കിൽ മലിനീകരണം തടയുക, അമിതമായിട്ടുള്ള മത്സ്യബന്ധനം തടയുക. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ എന്നിവ സാങ്കേതികമായി പരിഷ്കരിച്ച് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ പുറന്തള്ളൽ തടയുക. നമുക്കറിയാം, AC നിന്നും ഫ്രിഡ്ജിൽ നിന്നും ഫ്ലോറോ കാർബൺ പോലുള്ള പല വാതകങ്ങളും അന്തരീക്ഷത്തിലെത്തുകയും ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് തടയുക. അതിനുവേണ്ടി ഈ പറഞ്ഞ AC-യും റെഫ്രിജറേറ്ററും പരിഷ്കരിച്ച് അതിൽ നിന്നുള്ള എമിഷൻസ് കുറയ്ക്കുക. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കെമിക്കലും അത് റിലീസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പുതിയ എയർ കണ്ടീഷണറുകളും ഫ്രിഡ്ജുകളും രൂപപ്പെടുത്തിയെടുക്കുക. അതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള മാലിന്യ കൈമാറ്റം നിരീക്ഷിക്കുക. അത് രാജ്യങ്ങൾ തമ്മിലുള്ള മാലിന്യ കൈമാറ്റം, അതിലൂടെ മറ്റു രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങൾ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നിരീക്ഷിക്കുക. വനത്തെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക. വനത്തെ സംരക്ഷിക്കുക,
വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ആദിവാസി മനുഷ്യരെ സംരക്ഷിക്കുക. ക്ലോറിൻ, PVC പോലുള്ള അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം തടയുക. ക്ലോറിനും PVC ഉപയോഗിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെയൊക്കെ ഉപയോഗം തടയുക. വൻതോതിലുള്ള തിമിംഗല വേട്ട അവസാനിപ്പിക്കുക. തിമിംഗലത്തിന്റെ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കാൻ വേണ്ടി തിമിംഗല വേട്ട അവസാനിപ്പിക്കുക. അത് ലക്ഷ്യമാണ്. ആണവ ഭീഷണി ഇല്ലാതാക്കുക. ആണവ ഭീഷണി ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആ ഭീഷണി പരിഹരിക്കുക. ജീവികളുടെയും മറ്റ് ജനിതഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അവസാനിക്കുക. ജീവികളുടെ ജനിതഘടനയിൽ മാറ്റം വരുത്തിയുള്ള പരീക്ഷണം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഡൈവേഴ്സിറ്റി നിലനിൽപ്പിനെ ബാധിക്കാറുണ്ട്. അപ്പൊ അത് അവസാനിപ്പിക്കുക. ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക. ഇതാണ് ഗ്രീൻ പീസിന്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. IUCN, WWF, സൈറ്റ്സ് ആൻഡ് ഗ്രീൻ പീസ്. ഇതിലെ മെയിൻ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.